അതൊക്കെ അവിടെ കിടന്നുണ്ട്. കുക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇതാണ് തക്കാളി. ഈ തക്കാളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ തക്കാളി ചെറുതായിട്ട് എരിഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടിരിക്കും. പിന്നെ ഇത് ചിക്കൻ അരിഞ്ഞതിന് ശേഷമുള്ള വാപ്പാന്റെ തോട്ടത്തിൽ ഉണ്ടാക്കിയ തക്കാളി. വാപ്പാണ്ട് ഇങ്ങനെയാണ് ചിക്കൻ കട്ട് ചെയ്യുന്നത്. ഇത് ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു തമിഴ് അണ്ണാച്ചിയാണ് ഇത് ചെയ്യുന്നത്. തമിഴ് അണ്ണാച്ചി. മസാല കൂട്ടിയിട്ടത് മസാല ഇപ്പൊ ഇതിനകത്ത് നമ്മൾ കറുകപ്പട്ട ഒന്നും ഇട്ടിട്ടില്ല. ഇത് പ്രത്യേകതരം ഒരു ഡിഷാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ചേരുവ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമല്ലോ അല്ല. ഇതിനകത്ത് വെളുത്തുള്ളി പിന്നെ എന്താണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മായം പോലെ എന്തെങ്കിലുമൊക്കെ വാരിക്കൂട്ടി ഇടുക. പിന്നെ ഇതിനകത്ത് തക്കാളി ഇടണം. തക്കാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിക്ക് മസ്റ്റാണ്. ഇതെന്തിനായിരുന്നു ഈ തക്കാളി ഇടുന്നത്? എടാ ഈ തക്കാളി എന്തിനാ ഇടുന്നത്? ചീത്ത വിളിക്കാതിരുന്ന് കഴിഞ്ഞാൽ മാന്യമായിട്ട് ഞാൻ ഇടും. ഈ തക്കാളി ഇതിനകത്ത് ഇടുന്നത് എന്തിനാണ്? തക്കാളി ഇട്ടിട്ട് ഞാൻ ഇത് ചെയ്യട്ടെ. തക്കാളി നമ്മളാണെങ്കിൽ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇടേണ്ടത്. എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ സോറി കേട്ടോ, നമ്മുടെ ഗ്യാസ് ഇപ്പോൾ ഓഫായിരുന്നു ഇത്രയും നേരമായിട്ടും. നമ്മുടെ കുക്കിന് ഒരു അബദ്ധം പറ്റിയാണ്. ഇതാണ് നമ്മുടെ മണ്ടൻ അഫ്സൽ കുക്ക്. പിന്നീട് ഇതിനകത്ത് നമ്മൾ ചേർക്കണ ഇതുണ്ടല്ലോ, ഇതെന്താണ് സാധനം നമ്മൾ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്? വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഇതിനെന്താണ്ട് പേര് പറയാമല്ലോ ഇതിന്? ഇതാണ് നമ്മുടെ നാട്ടിലെ ഉരുളക്കിഴങ്ങ്. ഇതിനും പല പല ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇക്കാമ പോലും അടിക്കാൻ പറ്റാതെയാണെങ്കിൽ ഇവിടെ സൗദി അറേബ്യ വന്നിട്ട് ഇത് കപ്പൽ കയറി വന്ന ഒരാളാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. അതുപോലെ ഇക്കാമ പോലും കിട്ടത്തില്ല. ഇപ്പോൾ ജവാസാത്തിനെ പേടിച്ചിപ്പോൾ റൂമിൽ ഇപ്പോൾ കയറി അടച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ തമിഴണ്ണാച്ചി ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ചിക്കൻ ഏകദേശം പീസാക്കിയിരിക്കുകയാണ്. ചുമ്മാരിട് പീസാക്കിയിരിക്കുകയാണ്. പിന്നീട് ഇതാണ് ശ്രീലങ്ക സ്റ്റൈലിലുള്ള ചിക്കൻ കട്ടിങ്. ഇതിനൊരു പ്രത്യേക ശൈലിയൊക്കെ ഉണ്ട്. ആ കത്തി പിടിക്കുന്നതിനകത്തുള്ള ആ സ്റ്റൈൽ തന്നെ കണ്ടല്ലേ. നമ്മുടെ കുക്കിങ്ങിലൂടെ ഏതാണ്ട് ഏകദേശം ഇപ്പൊ ഒരു പ്രത്യേക ഒരു മണമൊക്കെ വരുന്നുണ്ട്. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു മണമാണ്. പിന്നെ ഇതിനകത്ത് ഏലക്ക ഇടുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഗൾഫിലെ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ഒരു മണവും ഗുണവും ഒക്കെ വരുന്നത്. ഏലക്ക ഇടുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇതിന്റെ പട്ട. ഓക്കെ, ഇനി നമ്മൾ കഴിക്കുന്നതിനെ കാണിച്ചു തരാം കുറച്ചു നേരം കഴിഞ്ഞിട്ട്. പിന്നെ വേറൊരു സാധനം ഇടുന്നുണ്ട് കേട്ടോ, ഗ്രാമ്പു ഇതിനകത്ത് പൊട്ടിച്ചെടുത്തുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കും ചിക്കൻ കറിയാണോ അതോ മട്ടൻ കറിയാണോ വെക്കുന്നത്? ഇത് അങ്ങനൊന്നുമില്ല, നമുക്ക് എന്തിനകത്ത് വേണമെങ്കിലും ഗ്രാമ്പു ഇടാവുന്നതാണ്.